ഇത് ഒരു ജോലിയും ചെയ്യാതെ കേവലം ഒരു ചെറിയൊരു പ്രസംഗം കൊണ്ട് ഇത്രയും വരുമാനം കിട്ടുന്ന വേറൊരു വേദി എവിടെയാണ്? നമ്മുടെ കുഞ്ഞുങ്ങൾ വിദേശ രാജ്യങ്ങളിൽ പോയി ഇവിടെ വസ്തുക്കളും പണയം വെച്ച് അവിടെ കിടന്ന് അവരുടേതായ നിസ്സാരമായ ജോലികൾ ചെയ്ത് കഷ്ടപ്പെട്ട് കുടുംബത്തെ നിലനിർത്താനും കടം വിട്ടുവാനും ശ്രമിക്കുമ്പോൾ കേവലം ഒരു പുസ്തകവുമായിട്ട് പോയി 2-3 പ്രസംഗവും നടത്തി ഒരു കല്യാണം നടത്തി ഇങ്ങനെ മുന്നോട്ട് പോയി ഇത്രയും വരുമാനം കിട്ടുന്ന വേറെ ഏത് സ്ഥലമുണ്ട്? അച്ഛന്മാർക്ക് കിട്ടുന്നില്ലല്ലോ. പള്ളിയിൽ അച്ഛന്മാർക്കോ ബിഷപ്പുമാർക്കോ കിട്ടാത്തതായ വരുമാന സ്രോതസ് ഇന്ന് പെന്തക്കോസ്റ്റിലെ സെൻട്രൽ പാസ്റ്റർമാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ചില ലോക്കൽ പാസ്റ്റർമാരും ഏതാണ്ട് ആ ലെവലിൽ തന്നെ മുന്നോട്ട് പോകുന്നവരുണ്ട്. നമ്മളെപ്പോലുള്ളവരൊക്കെ ലക്ഷങ്ങൾ മുടക്കി വർഷങ്ങളോളം കഷ്ടപ്പെട്ട് പഠിച്ചതിന് ശേഷം എത്രയോ നാളുകൾക്ക് ശേഷമായിരിക്കും 1 ലക്ഷം രൂപയ്ക്ക് മുകളിലത്തേക്ക് ഒരു സ്കെയിലിലേക്കൊക്കെ വളരാൻ സാധിക്കുക. ഈ പാസ്റ്റർമാരുടെ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തെങ്കിലും പഠിപ്പും വിവരമുണ്ടോ? ആകെ ഒരു പുള്ളി പറഞ്ഞു വിട്ട് തന്നെ ഒരു ബൈബിളും എടുത്ത് 4 പ്രസംഗവും പ്രസംഗിക്കും, ഒരു കല്യാണത്തിന് പോവും, ഒരു മരണത്തിന് പോവും. ഒരു മാസം കിട്ടുന്നത് പുള്ളിയൊരു ആവറേജ് എമൗണ്ട് മാത്രമാണ് ഇവിടെ പറഞ്ഞത്. 1 ലക്ഷം ഒന്നും ഒരു കണക്കേ അല്ല. ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ തന്നെ മിനിമം 10, 15,000, 20,000 രൂപയ്ക്ക് മുകളിൽ ഇവർക്ക് കിട്ടും. ഒരു മാസം എത്ര കല്യാണത്തിന് ഇവർ പോകുന്നുണ്ടായിരിക്കും? ഈവൻ മരണത്തിന് പോയി കഴിഞ്ഞാൽ മരണത്തിന് പോയാലും കൊടുക്കും കാശ്. അതുമാത്രമല്ലാതെ ഇനിയിപ്പോൾ ആശുപത്രിയിൽ ഒരു വണ്ടി ഇടിച്ച് കിടക്കുന്നവനെ കാണാൻ പോയി കഴിഞ്ഞാൽ ആ വണ്ടി ഇടിച്ച് കിടക്കുന്നവൻ ഇങ്ങേർക്ക് കൊടുക്കും കാശ്. ഇത് വിശ്വാസികളിൽ നിന്ന് നേരിട്ട് കിട്ടുന്ന കാശാണ്. ഇത് മുഴുവൻ ലിക്വിഡ് മണിയാണ്.